വചനമൊഴി ഏപ്രിൽ 5. വചനഭാഗം 1 കോരിന്തോസ് 13:1-13, മർക്കോസിന്റെ സുവിശേഷം 10:1-12. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ എഴുന്നേറ്റ് അവിടം വിട്ട് യൂദയ പ്രദേശങ്ങളിലേക്കും ജോർദാന്റെ മറുകരയിലേക്കും പോയി. വീണ്ടും ജനക്കൂട്ടം അവന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി. പതിവ് പോലെ അവൻ വീണ്ടും അവരെ പഠിപ്പിച്ചു. പരീശയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായിരിക്കും. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഒരുവൻ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുമ്പോൾ അവളുമായി വ്യഭിചാരം ചെയ്യുന്നു. ഒരുവൾ തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുമ്പോൾ അവളും വ്യഭിചാരം ചെയ്യുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിൽ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിന് തൊട്ട് മുൻപുള്ള നാളുകളിലെ ഈശോയുടെ പ്രവർത്തനങ്ങളാണ്. ഈശോയെ വധിക്കുവാനായിട്ട്, കല്ലെറിയുവാനായിട്ട്, കൊല്ലുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനത ഒരു പക്ഷത്ത്, കർത്താവ് തന്റെ ദൗത്യം നിറവേറ്റുവാനായിട്ട് ജെറുസലേമിലേക്ക് കയറിപ്പോകുന്ന കാര്യം സുവിശേഷകൻ പറയുന്നു. അവിടുത്തെ വധിക്കാനായിട്ട് ഒരുങ്ങുന്ന ജനത്തിൽ നിന്നും അകന്ന് സമയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ജനത്തിന്റെ ഇടയിൽ നിന്നും മാറി നിൽക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ കേട്ടതും അതുതന്നെയാണ്. ഈശോ യൂദയായുടെ ഉൾപ്രദേശങ്ങളിലേക്ക്, യോർദാന്റെ മറുകരയിലേക്ക് മാറി നിൽക്കുന്നതായിട്ടാണ്. കാരണം സമയം പൂർത്തിയാകുന്നതിന് വേണ്ടി അവിടുന്ന് കാത്തിരിക്കുകയാണ്. ഈശോയുടെ പക്കല് ജനക്കൂട്ടം ഈശോയെ ശ്രവിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഈശോയെ പഠിപ്പിക്കുന്നുണ്ട്. ഫരീസയർ ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ഈശോയെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് വീണ്ടും അവിടുത്തോട് ഒപ്പമുണ്ട്. അവര് ചോദിക്കുന്ന കാര്യം, ഏതെങ്കിലും കാരണത്താൽ ഭാര്യ ഭർത്തൃബന്ധം ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന്. മോശയുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതിന് വിരുദ്ധമായിട്ട് ഈശോ പറയുമ്പോൾ ഈശോയെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. കാരണം മോശയുടെ നിയമത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ, നിയമപത്രം എഴുതി ഭാര്യയെ ഉപേക്ഷിക്കുവാൻ അനുവാദമുണ്ട്. എന്നാൽ ഈശോയുടെ പഠിപ്പിക്കലില് ഭാര്യാഭർത്തൃബന്ധം സ്ഥായിയായി നിലനിൽക്കേണ്ടതാണ്. ഒരുവൻ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിക്കുവാൻ അനുവദനീയമല്ല. അപ്പോൾ ഫരീസയർ പറഞ്ഞു, മോശയുടെ നിയമത്തിൽ അപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഈശോ പറയുന്നു, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് അപ്രകാരം ഒരു നിയമം മോശം നൽകിയത്. ഹൃദയകാഠിന്യ നിമിത്തം, അല്ലെങ്കിൽ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരുന്ന നിയമത്തെ അതിന്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈശോ വന്നത്. ഈശോ തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ആ പഴയ നിയമത്തെ പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പക്ഷേ ഈശോ തന്നെ വധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഫരീസയരും കൂട്ടരും വന്ന് മോശയുടെ നിയമത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറുപടി പറഞ്ഞ് ഈശോയ്ക്ക് അവരെ പറഞ്ഞു വിടാം. എന്നാൽ ഈശോ അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള മറുപടിയല്ല പറയുന്നത്. ഈശോ കർത്താവിന്റെ വചനം എപ്രകാരമാണെന്നും വചനം പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായിരുന്നു എന്നും, എന്നാൽ അതിലൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്നും ആ കർത്താവിന്റെ ആഗ്രഹം പൂർത്തിയാക്കുവാനായിട്ടാണ് ഈശോ ക്ഷണിക്കുന്നത്.
ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. പഴയ നിയമം എഴുതപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിൽ എഴുതിയിരുന്ന ആ കാര്യങ്ങളും നിയമസംഹിതകളുമൊക്കെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക. ഇന്നും നമുക്കും ദൈവവചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ പഴയ നിയമത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാക്കുവാനും ഈശോ അത് എങ്ങനെയാണ് പൂർത്തീകരിച്ചത്, ഈശോ അത് എങ്ങനെയാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പഠിക്കുവാനും നമുക്ക് സാധിക്കണം. പഴയ നിയമത്തിൻ്റെ തുടർച്ചയായിട്ടും പൂർത്തീകരണമായിട്ടും പുതിയ നിയമത്തെ കാണുകയും പഠിക്കുകയും ചെയ്യണം. എന്താണ് ദൈവം അതിലൂടെ പറഞ്ഞു തരുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ദൈവോന്മുഖമായി ജീവിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.